ഹൈ റിസ്ക് ഇൻഫൻസിന്, അതായത് മാസം തികയാതെ പ്രസവിച്ച കുട്ടികൾക്ക് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? അവരുടെ ഇൻ്റർവെൻഷൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അവരുടെ ബെറ്റർ ഔട്ട്കമ്മിന്? ഡെവലപ്മെൻറ്റൽ ഡിലേ ഉണ്ടാവാൻ സാധ്യതയുള്ള കുട്ടികൾ എന്നാണ് നമ്മൾ ഹൈ റിസ്ക് ഇൻഫൻറ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. സാധാരണഗതിയിൽ നേരത്തെ ജനിച്ച കുട്ടികളാവാം, മാസം തികയാതെ അല്ലെങ്കിൽ തികഞ്ഞിട്ടും വെയിറ്റ് ഇല്ലാത്ത കുട്ടികളാവാം, നൈസിൽ കടന്ന കുട്ടികളാവാം, ജനിതകമായ പ്രശ്നങ്ങൾ ഉള്ള കുട്ടികളാവാം. അപ്പോൾ ഈ കുട്ടികളിലൊക്കെ നമുക്ക് അറിയാം ഡെവലപ്മെൻറ്റ് ഡിലേ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അത് നേരത്തെ കണ്ടുപിടിക്കുക, വരാൻ പോകുന്ന ഡെവലപ്മെൻറ്റ് ഡിലേ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യത്തിലേക്കൊക്കെ നമ്മൾ പോകുന്നുണ്ടാവാം. അപ്പോൾ ഡെവലപ്മെൻറ്റ് പീഡിയാട്രീഷ്യന് ഹൈ റിസ്ക് ഉള്ളൊരു കുട്ടി എത്തുന്ന സമയത്ത് ഒരു ഡെവലപ്മെൻറ്റൽ സ്ക്രീനിങ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഡെവലപ്മെൻറ്റ് സ്ക്രീനിങ്ങിൽ പ്രോബ്ലംസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യത്തെ 2 വയസ്സിൽ നമ്മൾ ആദ്യം റെഫർ ചെയ്യുക ഒരു ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റോ അല്ലെങ്കിൽ ഏർലി ഇൻ്റർവെൻഷൻ തെറാപ്പിസ്റ്റിനെ ആയിരിക്കാം. കുട്ടിക്ക് വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു നീഡുണ്ട്, ഭയങ്കര ടോൺ കൂടിയിട്ടുണ്ട്, ഹൈപ്പർ ടോണിയ, അല്ലെങ്കിൽ ടോൺ കുറഞ്ഞ കണ്ടീഷൻസിലൊക്കെ നമുക്ക് മോട്ടോ ഡിലേ ഉണ്ടെങ്കിൽ പീഡിയാട്രിക് ഫിസിയോതെറാപ്പിസ്റ്റ് വേണ്ടി വരും. ചില കേസുകളിൽ ഇപ്പം ഏർലി അസസ്മെൻറ്റിൽ സൈക്കോളജിസ്റ്റിൻ്റെ റോൾ ഉണ്ടാവാം. കുട്ടികൾക്ക് സമയമായിട്ടും വേണ്ട രീതിയിലുള്ള സ്പീച്ച് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ ആവശ്യം ഉണ്ടാവാം. ഫൈൻ മോട്ടോർ സ്കിൽസിന് വേണ്ടിയിട്ട് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിൻ്റെ സഹായം വേണ്ടി വരാം. അങ്ങനെ ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി ടീമാണ് പലപ്പോഴും ഒരു ഹൈ റിസ്ക് ഉള്ള അല്ലെങ്കിൽ നേരത്തെ ജനിച്ച പ്രോബ്ലത്തോടു കൂടി ജനിച്ച കുട്ടിയെ നോക്കുന്നുണ്ടാവാം.